ഗുഡ് മോർണിംഗ് എവരിബഡി. വിറ്റ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3ാം സെമസ്റ്റർ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ കോർ കോഴ്സായ അപ്രീസിയേറ്റിംഗ് പ്രോസ്, അതിൻ്റെ 1ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു പ്രോസ് 1ാമത്തെ ചാപ്റ്ററിൻ്റെ 4ാമത്തെ ഭാഗത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. I think that you should refer to the textbook unless you could not follow the classes. After you are listening to the classes, you should read the textbook, then you could understand very well what we have discussed here. ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. 19th സെഞ്ചുറി പ്രോസിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. ഇതിനു മുമ്പ് 18th സെഞ്ചുറി പ്രോസും അതിനു മുമ്പുള്ള പ്രോസിലെ വിവിധ ആളുകളും അവരുടെ പ്രത്യേകതകളും റൈറ്റിംഗ് സ്റ്റൈലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് 19th സെഞ്ചുറി പ്രോസ് and the eminent personalities of wrote prose and what are their features while they are writing prose that were discussed in this chapter. 19th സെഞ്ചുറി എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് 18th സെഞ്ചുറിയുടെ അവസാന കാലഘട്ടത്തിലുണ്ടായ ഒരുപാട് സംഭവങ്ങളിൽ റിലേറ്റഡ് ആയിട്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട റൊമാൻറ്റിക് പീരീഡാണ് 1780-കൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള റൊമാൻറ്റിക് പീരീഡ്. റൊമാൻറ്റിക് പീരീഡിലെ പ്രോസ് എന്ന് പറയുന്നത് ഹ്യൂമനിസത്തിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രോസുകളായിരുന്നു. എൻലൈറ്റ്മെൻറ്റ് മൂവ്മെൻറ്റുകളുടെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് നമുക്കറിയാം. റൂസോയെ പോലെയുള്ള വളരെ പ്രശസ്തരായ എഴുത്തുകാരുടെ എഴുത്തുകൾ, റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യൂ എന്ന ട്രയംവിറേറ്റിനെ കുറിച്ച് നമുക്കറിയാം, ത്രിമൂർത്തികളെ കുറിച്ച് നമുക്കറിയാം. ഫ്രഞ്ച് വിപ്ലവത്തിനൊക്കെ കാരണമായിട്ടുള്ള ആളുകളാണ് അവരിൽ നിന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൻ്റെ പോയട്രിയും this age is remarked by the poetry, and we know poetry had a dominant role in the literary scene of the first half of the 19th century and known as the Romantic period. Towering personalities of this period were like Wordsworth, Coleridge, Shelley, Byron, Keats. ഇവരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇവരുടെയൊക്കെ കവിതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. And novelists like Jane Austen and Walter Scott were the prominent names in novel, and prose writers like Charles Lamb, William Hazlitt, Thomas Dickensie, not Dr. There is a mistake in our slide, please watch it. സ്ലൈഡിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ കാണുമെന്ന് തോന്നുന്നു. തോമസ് ഡിക്കൻസി ആണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശസ്തരായ എഴുത്തുകാരൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ് റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത്. And it is marked by Wordsworth and Coleridge, their writings and essays which were remarkably very famous in those times, related to literature, and also it is related to social sciences, and there were some revolts against the Tsarist governments in different parts of the world. The Tsarists were in France, we know. And this age is age of prose and age of literature, age of poetry, age of fiction. And there were journals like the Morning Chronicle 1769, the Morning Post 1770s to the Times 1782. ഇതൊക്കെ ആ കാലഘട്ടത്തിലെ പ്രശസ്തമായിട്ടുള്ള ജേണലുകളാണ്. ലിറ്റററി മാഗസിൻസ് ലൈക്ക് ദ Edinburgh Review 1802, the Quarterly Review 1809, the Backwoods Magazine 1817, and the London Magazine 1820, and the Westminster Review 1824. These were literary magazines which promoted literature and writings in those times. വളരെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ സമയത്ത്. Preface to Lyrical Ballad of Wordsworth and Biographia Literaria of S.T. Coleridge, സാമുവൽ ടൈലർ കോളറിഡ്ജ്. ഇവർ രണ്ടുപേരും റൊമാൻറ്റിസിസത്തിന് ഇംഗ്ലീഷ് പോയട്രിയിൽ തുടക്കം കുറിച്ചിട്ടുള്ള ആളുകളാണ്. വില്യം വേർഡ്സ്വർത്തും സാമുവൽ ടൈലർ കോളറിഡ്ജും. ഇവർ രണ്ടുപേരും ഒരുമിച്ച് എഴുതിയിട്ടുള്ള
ലിറിക്കൽ ബാലഡ്സ് എന്ന ഒരു കൃതിയുണ്ട്. അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് 1798 അതിൻ്റെ സെക്കൻഡ് എഡിഷൻ 1800 അതിനൊരു പ്രിഫിസ് എഴുതി വേർഡ്സ്വർത്ത്. പ്രിഫിസ് എന്ന് പറഞ്ഞാൽ അതിന് ആമുഖം എഴുതി. അതാണ് പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രശസ്തമായ എസ്സെ. ഇത് ലിറ്ററേച്ചറിൽ പ്രോസ് റൈറ്റിങ്ങിൻ്റെ, ലിറ്റററി പ്രോസിൻ്റെ, പിന്നെ ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ ഒക്കെ വളരെ പ്രമാദമായ ഒരു എസ്സെയാണ്. അതിനുശേഷം ബയോഗ്രഫിയ ലിറ്ററേറിയ എന്ന പേരിൽ എസ്.ടി. കോളേജ് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈല്, സോഷ്യൽ ഇഷ്യൂസ്, ലിറ്ററേച്ചർ, പിന്നെ ബയോഗ്രഫി ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പുസ്തകമാണ് ബയോഗ്രഫിയ ലിറ്ററേറിയ എന്ന് പറയുന്ന പുസ്തകം. ഇത് 1823 പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇത് രണ്ടും ലിറ്ററേച്ചർ പ്രോസ് റൈറ്റിങ്ങിന് വളരെയധികം പിന്നെ പ്രാധാന്യം, അതിന് വളരെയധികം പിന്നെ എന്താ പറയുക മുന്നോട്ട് നയിച്ചിട്ടുള്ള, പ്രോസ് റൈറ്റിങ്ങിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ള കൃതികളാണ്. 1823 പെർസി ബിഷി ഷെല്ലിയുടെ ഡിഫൻസ് ഓഫ് പോയട്രി എന്ന് പറഞ്ഞിട്ട് കവിതയെ, റൊമാൻറ്റിക് പോയട്രിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു എസ്സേ ഉണ്ട്, വളരെ പ്രശസ്തമാണ്. സർ വാൾട്ടർ സ്കോട്ട് പ്രിഫേഴ്സ് ടു എഡിഷൻസ് ഓഫ് ഡ്രൈഡൻ 1808, സ്വിഫ്റ്റ് 1814, ലിവ്സ് ഓഫ് നോവലിസ്റ്റ്, ലൈഫ് ഓഫ് നെപ്പോളിയൻ, ടെയിൽസ് ഓഫ് ഗ്രാൻഡ് ഫാദർ. ഇതൊക്കെ സർ വാൾട്ടർ സ്കോട്ട് വളരെ പ്രശസ്തനായ ഒരു നോവലിസ്റ്റാണ്. അദ്ദേഹം ഹിസ്റ്റോറിക്കൽ നോവൽ എന്ന് പറയുന്ന ഴാൻഡ്രിനെ പരിചയപ്പെടുത്തിയിട്ടുള്ള ആളാണ് വാൾട്ടർ സ്കോട്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളാണ്. അതായത് ഡ്രൈഡൻ്റെ കവിതകൾക്ക് അദ്ദേഹം ആമുഖം എഴുതി, പ്രിഫിസ് എഴുതി. ജോനാഥൻ സ്വിഫ്റ്റിൻ്റെ എഴുത്തുകൾക്ക്, അതേപോലെ തന്നെ ലിവ്സ് ഓഫ് നോവലിസ്റ്റ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി അദ്ദേഹം. ലൈഫ് ഓഫ് നെപ്പോളിയൻ എന്ന് പറഞ്ഞ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഒരു ഹിസ്റ്ററി അദ്ദേഹം എഴുതി. ടെയിൽസ് ഓഫ് ദ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞിട്ട് ഒരു ചരിത്രമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കഥകളുടെ ഒരു പുസ്തകമൊക്കെ അദ്ദേഹം എഴുതി. ഇതൊക്കെ പ്രോസ് റിലേറ്റഡ് ആയിട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള പ്രോസുകളിൽ ചിലതാണ്. 19th സെഞ്ച്വറി പ്രോസിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ചാൾസ് ലാംബ്. ചാൾസ് ലാംബിനെ കുറിച്ച് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ചാൾസ് ലാംബ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ലവബിൾ പേഴ്സണാലിറ്റീസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അദ്ദേഹം ഒരു ക്ലർക്കായിരുന്നു. ആ ക്ലർക്ക് ജോലിയിൽ നിന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള എസ്സേസ് ഓഫ് ഏലിയയുടെ 2 എഡിഷൻസ് ഉണ്ട്. 1823 ഒരു എഡിഷനും 1833 ഒരു എഡിഷനും. ഈ എസ്സേസ് ഓഫ് ഏലിയ വളരെ പ്രശസ്തമായിട്ടുള്ള കുറേ എസ്സേകളാണ്. ആ എസ്സേയിലൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ലൈഫ് സ്റ്റൈൽ, ജീവിതം, പിന്നെ ബയോഗ്രഫി, അനുഭവങ്ങൾ, ഇതൊക്കെ പങ്കുവെച്ചിട്ടുള്ള എസ്സേസ് ആണിത്. അദ്ദേഹത്തെക്കുറിച്ച് ഹി ബിഗാൻ ഹിസ് ലിറ്റററി കരിയർ ആസ് എ പോയറ്റ് ആൻഡ് കമ്പൈൽഡ് ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിൽഡ്രൻസ് ബുക്കായിട്ട് ഷേക്സ്പിയർ കഥകളെ ചുരുക്കി എഴുതിയിട്ടുണ്ട് അദ്ദേഹം. This book was co-authored by his sister Mary Lamb. അദ്ദേഹത്തിൻ്റെ എസ്സേയിലൊക്കെ വളരെ പ്രശസ്തമായിട്ട് വളരെ വ്യക്തമായി വരുന്ന മറ്റൊരു ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ മാരി ലാംബ്. മേരി ലാംബിനെ നിങ്ങൾ ഓർത്തു വെക്കണം, പിന്നീട് നിങ്ങൾക്ക് ആവശ്യം വരും. ഇംഗ്ലീഷ് ഡ്രമാറ്റിക് പോയറ്റ്സ് 1808 അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റൊരു പുസ്തകമാണ്. And it is remarkable for its delicate insight. This book gives an insight to the students of drama or play. But his essays give him a prominent place among the English writers of all the time. The first of his essay appeared in the London Magazine in 1820. London Magazine ലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ എസ്സേ ഒക്കെ വന്നിട്ടുള്ളത്. So Charles Lamb is a very famous essayist in the literary history of English. And the second prominent person of the 19th century prose is William Hazlitt, 1778 to 1830, a man of violent temper, opposite to Lamb. Lamb was very lovable, very simple person. His essays were very simple and it is related to our mind. And it is affectionate, passionate,
But William Hazlitt was a violent man, violent temper, and in personality, Hazlitt wrote many volumes of essays, of which the most effective is The Spirit of the Age in 1825. 1825 അദ്ദേഹം എഴുതിയിട്ടുള്ള സ്പിരിറ്റ് ഓഫ് ഏജ് ആണ് വളരെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒന്ന്. And critical portrait of the contemporaries. It is the critical portrait of the contemporaries of the or the contemporary writers of the age. And his lectures on characters of Shakespeare's play 1817 was published. He made lectures on Shakespeare's plays and it was published in 1870s, and it was also one of the piece of prose. The English Poets 1880 was another book published by William Hazlitt. The Round Table 1870 is another important book written by William Hazlitt. The Tale Talk or the original essays on men and manners, another important books by William Hazlitt. Men and Manners was very important book. And The Spirit of the Age of Contemporary Portraits. The first book is The Spirit of the Age, and in 1825 another book was published, The Spirit of the Age of the Contemporary Portraits, and this was William Hazlitt. Another prominent essayist was Thomas Dickensy. Thomas Dickensy is known as his writing style is known as impassioned prose. Impassioned prose എന്ന് പറഞ്ഞാൽ affectionate prose, വളരെ പാഷൻ ഉൾക്കൊണ്ടിട്ടുള്ള, ഇമോഷൻസിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള, നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളൊക്കെ വളരെ കൂടുതൽ, ഇമോഷൻസ് വളരെ കൂടുതൽ കടന്നു വന്നിട്ടുള്ള പിന്നെ എഴുത്താണ് തോമസ് ഡീക്കൻസിയുടെ. ഡീക്കൻസി വളരെ വലിയ ഒരു ഓപ്പിയം ഈറ്റർ ആയിരുന്നു, ഒരു കഞ്ചാവടിക്കാരനായിരുന്നു. അദ്ദേഹം കഞ്ചാവ് അടിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഒരുപാട് കാലം അതിൽ നിന്ന് അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം അദ്ദേഹം എഴുതി കൺഫെഷൻ ഓഫ് എൻ ഓപ്പിയം ഈറ്റർ. അദ്ദേഹത്തിൻ്റെ ലൈഫ് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്, എൻ ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണത്. കൺഫെഷൻ ഓഫ് എൻ ഓപ്പിയം ഈറ്റർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം. ഒരു ഓപ്പിയം ഈറ്ററുടെ കുംഭസാരം എന്നാണ് നമുക്കതിനെ, ഒരു കഞ്ചാവടിക്കാരൻ്റെ കുംഭസാരം എന്നതിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. And it sketches the glimpses of his own life under the influence of opium, how opium changed his life, and what are the consequences of opium eating. How he go through these days were explained very well in this book. And also he wrote The English Mail Coach 1845, On Murder, considered as one of the fine arts 1827. ഈ ഒരു പുസ്തകം വളരെ പ്രശസ്തമാണ്. ഓൺ മർഡർ കൺസിഡേർഡ് ആസ് എ വൺ ഓഫ് ദ ഫൈൻ ആർട്സ്. ഈ ആർട്ട് ഫോമുകളുടെ മേർഡറിനെ കുറിച്ചും അതിൻ്റെ സിംബൽസിനെ കുറിച്ചൊക്കെ വളരെയധികം അന്വേഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് തോമസ് ഡീക്കൻസി. മാക്ബത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേയുണ്ട്, നല്ല രസകരമായ ഒരു എസ്സേയാണ് മാക്ബത്ത്. നിങ്ങൾക്കറിയാം ഷേക്സ്പിയറുടെ എസ്സേ. അതിൻ്റെ മൂന്നാമത്തെ ആക്റ്റിൽ, എൻ്റെ ഓർമ്മ ചെയ്യുന്ന മൂന്നാമത്തെ ആക്റ്റിൽ മാക്ബത്ത് അന്നത്തെ രാജാവായിരുന്ന ഡങ്കനെ വധിക്കുന്നുണ്ട്. ആ വധിക്കുന്ന സീനിൻ്റെ നേരെ മുമ്പുള്ള സീനിൽ അവസാനിക്കുന്നത് മാക്ബത്തിൻ്റെ ഗേറ്റിൽ രണ്ടുപേരും, ലിനക്സ് ആണെന്ന് തോന്നുന്നു, ലിനക്സും മാക്ഡഫും വന്നിട്ട് ഒരു മുട്ടുന്ന ശബ്ദമാണ്. നോക്കിംഗ് അറ്റ് ദ ഗേറ്റ് ഓഫ് മാക്ബത്ത്. നോക്കിംഗ് അറ്റ് ദ ഗേറ്റ് ഓഫ് മാക്ബത്ത് എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ എസ്സേയുടെ പേരാണ്. മാക്ബത്തിൻ്റെ ഗേറ്റിൽ വന്ന ഒരാൾ മുട്ടുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം എസ്സേ എഴുതിയിട്ടുണ്ട്. അതായത് മേർഡറിനുള്ള ഒരു സൂചന, നെക്സ്റ്റ് സീനിൽ ഒരു മേർഡർ നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് അതിൻ്റെ മുമ്പുള്ള സീനിലെ ഈ ഒരു മുട്ടൽ എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഷേക്സ്പിയർ മനഃപൂർവ്വം ചെയ്തതാണ് അത്. ഒരു സൈക്കോളജിക്കൽ റീഡിംഗ് ആണ് തോമസ് ഡീക്കൻസി നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ പരിചയപ്പെടാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. വരും നിങ്ങൾ PG ക്കൊക്കെ പഠിക്കുന്ന സമയത്ത് തോമസ് ഡീക്കൻസിയെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, these were about the 19th century prose. Now we are entering to Victorian prose. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്കറിയാം, വിക്ടോറിയൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. 1798
വില്യം ഷേക്സ്പിയറും വില്യം വേർഡ്സ്വർത്തും കോളറിഡ്ജും കൂടെ ലിറിക്കൽ ബാലഡ് പബ്ലിഷ് ചെയ്തതോടുകൂടി റൊമാൻറ്റിക് ഏജിന് തുടക്കമായി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ അത് തുടർന്നു കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ 1832 വാൾട്ടർ സ്കോട്ട് മരിച്ചതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ 1837 വിക്ടോറിയ രാജ്ഞി അധികാരത്തിലെത്തിയതോട് കൂടിയിട്ട് 1837 വിക്ടോറിയ രാജ്ഞി അധികാരത്തിലെത്തിയതോട് കൂടിയിട്ട് ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിലൊരു മാറ്റമുണ്ടായി. ഇംഗ്ലണ്ട് വളരെയധികം പ്രോളിഫിക്കായി, വളരെയധികം സാമ്പത്തികമായി ഉയർന്ന നിലയിലേക്ക് എത്തി. അപ്പോൾ അന്നത്തെ കാലത്തെ ലിറ്ററേച്ചറിൽ വളരെയധികം വ്യത്യാസം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പിന്നീട് അടുത്ത സെമസ്റ്ററുകളിലും ഒക്കെ പഠിക്കാനുണ്ട്. ഏതായാലും അതിലേക്ക് ഞാൻ പോകുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശുഭാപ്തി, വിക്ടോറിയൻ കംപ്ലാസൻസി എന്നൊരു പദം തന്നെയുണ്ട്. വിക്ടോറിയൻ കാലഘട്ടത്തിലെ ശുഭാപ്തി വിശ്വാസം, എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ കീഴടക്കി അവിടുന്നൊക്കെ സമ്പത്ത് കൊണ്ടുപോയി വളരെയധികം വളരെയധികം സമ്പന്നമായി ബ്രിട്ടൻ മാറിയ ഒരു കാലഘട്ടമാണത്. ആ ഒരു കാലഘട്ടത്തിലെ പോസിന് വ്യത്യാസം ഉണ്ടായിരുന്നു. സോ വിക്ടോറിയൻ പോസ്റ്റിലേക്ക് നമ്മൾ കടക്കുന്നു. ദ പ്രോമിനന്റ് പേഴ്സൺ ഓഫ് ദിസ് ഏജ് വാസ് തോമസ് കാർലൈൽ. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ ഏജ് എന്നതിനെ കുറിച്ചൊന്ന് രണ്ട് വാക്കുകൂടെ ഞാൻ പറയാം. വിക്ടോറിയൻ ഏജ് പ്രൊഡ്യൂസ്ഡ് പോയറ്റ്സ് ലൈക്ക്, ആ ഒരു കാലഘട്ടത്തിലെ കവികൾ ആരായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. അതിലെ പ്രധാനപ്പെട്ട കവികൾ എന്ന് പറയുന്നത് ടെനിസൺ, ആൽഫ്രഡ് ടെനിസൺ, റോബർട്ട് ബ്രൗണിങ്, അതേപോലെ തന്നെ ആർണൾഡ് അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ വന്നിട്ടുള്ള കവിയാണ്. നോവലിസ്റ്റ് എന്ന് പറയുന്നത് ചാൾസ് ഡിക്കൻസ്, തക്കറെ, ജോർജ് എലിയറ്റ്, ഇങ്ങനെയൊക്കെയുള്ള എഴുത്തുകാർ. പ്രോസ് എഴുത്തിൽ വരുന്നിരുന്ന വലിയ വലിയ എഴുത്തുകാരാണ് തോമസ് കാർലൈൽ, അതേപോലെ തന്നെ ജോൺ റസ്കിങ്, മക്കാളെ, ഇങ്ങനെയൊക്കെയുള്ള എഴുത്തുകാർ. അപ്പം നമ്മളിതിൽ പ്രോസ് എഴുത്തുകാരെ മാത്രമാണ് പറയുന്നത്. ഫസ്റ്റ് important person is Thomas Carlyle. Was a writer who exerted a tremendous impact on the age. His earliest works were chiefly translations, essays and biographies. His great novel of Sartor Resartus, അദ്ദേഹത്തിൻ്റെ വലിയൊരു നോവലാണ് സാർട്ടസ് റിസാർട്ടസ്. Sartor's Resartus. His concern in all his prose writings was to rescue society from materialism, greed, irresponsibility, uncontrolled competition and industrial chaos. ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. സാമ്പത്തിക പുരോഗതി ഉണ്ടായപ്പോൾ അതിനനുസരിച്ചിട്ട് ആളുകൾക്കിടയിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടായി. മെറ്റീരിയലിസത്തിലേക്ക് പോയ ആളുകൾ അതിൽ നിന്ന് രക്ഷിക്കാനായിരുന്നു. ടു റെസ്ക്യൂ പീപ്പിൾ ഫ്രം മെറ്റീരിയലിസം, ഗ്രീഡ്, irresponsibility, uncontrolled competition. There existed a competition among the people to attain power, to get money more, and industrial chaos. Industry was prominent. Industry was developed in those times, and people who related to industry, we know as part of the industrialization, chaos were exploited or existed in those times. The frustrations among the employee and employer relationships, these were existing in those times, and against these things he wrote many books. അദ്ദേഹത്തിൻ്റെ സാർട്ടർ റിസാർട്ടസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ്. ഓൺ ഹീറോസ്, ഹീറോ വർഷിപ്പ് ആൻഡ് ദ ഹീറോസ് ഇൻ ഹിസ്റ്ററി. വളരെ പ്രമാദമായിട്ടുള്ള സെമിനൽ വർക്ക് ഓഫ് തോമസ് കാർലൈൽ ഈസ് ഓൺ ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ്. ദിസ് വാസ് എ സെമിനൽ വർക്ക്. ഇതിൻ്റെ പ്രത്യേകത ലോകത്തുള്ള ഹീറോസിനൊക്കെ അദ്ദേഹം കൺസിഡർ ചെയ്തു. അതിൽ മതത്തിലുള്ള ആളുകളെ, പിന്നെ പോയട്രിയിലുള്ള ആളുകളെ, പിന്നെ വിവിധ തലങ്ങളിലൂടെ കടന്നുപോയ ആളുകളെയൊക്കെ അദ്ദേഹം കൺസിഡർ ചെയ്തിട്ട് അവരെങ്ങനെ ഹീറോസായി മാറി എന്നതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തി. അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറേ പലതരത്തിലുള്ള ഈ ഒരു പുസ്തകത്തെ ഇറങ്ങിയതോടുകൂടി അദ്ദേഹത്തിന് പലതരത്തിലുള്ള
പിന്നെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അതിൽ ഒന്നാമത്തെ കാരണം ഓൺ ഹീറോസ് എന്നതിൽ പ്രവാചകന്മാർ അദ്ദേഹം പരിഗണിച്ചപ്പോൾ അതിൽ മുഹമ്മദ് നബിയെ ഏറ്റവും വലിയ ഒരു പ്രവാചകനായിട്ട് അദ്ദേഹം പരിഗണിച്ചു. അദ്ദേഹം എങ്ങനെ അത് ഹീറോ ആയി എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിച്ചിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. ഈ ഒരു കാലഘട്ടം നമുക്കറിയാം, ഈ ക്രൈസ്തവ മതവും ഇസ്ലാമുമായിട്ടുള്ള യുദ്ധം നടന്ന് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ആളുകൾ വന്ന ഒരു 14-15 നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ക്രൂസൈഡുകൾ. ഈ ക്രൂസൈഡുകളിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിക്ക് ഇസ്ലാമിനോട് ഭയങ്കരമായ വിരോധം നിലനിൽക്കുകയും ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു കാലഘട്ടം നിലനിൽക്കുകയും ചെയ്യുന്ന സമയമാണ്. ഓറിയന്റൽ റൈറ്റേഴ്സൊക്കെ ഓറിയന്റലിസ്റ്റ് റൈറ്റേഴ്സൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. ഈ സമയത്താണ് അദ്ദേഹം മുഹമ്മദ് നബിയെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയത്. ഇത് അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് തോമസ് കാർലൈൽ. The next person is John Ruskin, critic of Victorian era. He is also a critic of Victorian era. He wrote a variety of themes including literature, education, theology, architecture, myth, ornithology, botany and political economy. ഒരുപാട് വെറൈറ്റി സയൻസിൽ എഴുതി, ലിറ്ററേച്ചർ ഉണ്ടായിരുന്നു, പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. ഹിസ് റെലം വാസ് വെരി ഡിഫറെൻറ്റ്. he hunted over or he hunted very different variety areas of literature, politics, science, അങ്ങനെ പല ഏരിയയിൽ കൈവച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് മോഡേൺ പെയിൻറ്റേഴ്സ്, ദ 7 ലാംപ്സ് ഓഫ് ആർക്കിടെക്ചർ, അൺ ടു ദിസ് ലാസ്റ്റ്. അൺ ടു ദിസ് ലാസ്റ്റ് നിങ്ങൾക്കറിയാം, ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ ഗാന്ധിജി അൺ ടു ദിസ് ലാസ്റ്റ് വായിച്ചിട്ടാണ് അദ്ദേഹം പിന്നെ മാറിയത് എന്ന് നമ്മളൊക്കെ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുണ്ടാവും. ജോൺ റസ്കിൻ്റെ അൺ ടു ദിസ് ലാസ്റ്റ് വായിച്ച് അദ്ദേഹത്തിൻ്റെ ചിന്തയിലും രൂപത്തിലൊക്കെ അദ്ദേഹം ആകെ മാറ്റമുണ്ടായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് പതറ്റിക് ഫാലസി ഈസ് ഹിസ് കോൺട്രിബ്യൂഷൻ. പതറ്റിക് ഫാലസി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. പതറ്റിക് ഫാലസിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് നമുക്ക് ആളുകളോടുണ്ടാകുന്ന പിന്നെ സിംപതിയും അതൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് പതറ്റിക് ഫാലസി എന്ന് പറയുന്നത്. ആ ഒരു ഇതിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നില്ല. നെക്സ്റ്റ്, വിക്ടോറിയൻ ഏജിലെ മറ്റു പ്രധാനപ്പെട്ട എഴുത്തുകാരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ വാൾട്ടർ പാറ്റർ 1838, 39 and 94, എ സ്റ്റൈലിസ്റ്റ് ആൻഡ് ലിറ്റററി ക്രിറ്റിക്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം സ്റ്റൈലിസ്റ്റ് ആണ്. സ്റ്റൈലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചറിൻ്റെ തീമിനേക്കാൾ കൂടുതൽ സ്റ്റൈലിനെ പരിഗണിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ഡിവോട്ടഡ് ഹിംസെൽഫ് ടു ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഹിസ് ഡിവോഷൻ to art and literature is eminent, and he is known as a stylist, I already discussed. And studies in the history of Renaissance 1873, appreciations 1889, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സ്കൂൾ ഓഫ് ആർട്ട് ഫോർ ആർട്സ് സേക്ക്. ഒരു ജർമ്മനിയിൽ നിന്ന് ഉത്ഭവിച്ചു വന്നിട്ടുള്ള ഒരു ലിറ്ററി ഇസ്തറ്റിസിസം എന്ന് പറയുന്ന ഒരു ആർട്ട് ലിറ്റററി സ്കൂളാണ്. ലിറ്റററി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഫിലോസഫേഴ്സ് വിങ് ആണ് ആർട്ട് ഫോർ ആർട്സ് സേക്ക് എന്ന് പറയുന്നത്. കലയ്ക്ക് വേണ്ടി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലപ്പോഴും. കലയ്ക്ക് വേണ്ടി. കലയുടെ ഉദ്ദേശം കല മാത്രമാണ്. അതിന് സാമൂഹ്യ നവോത്ഥാനമോ ആളുകളെ പഠിപ്പിക്കലോ എഡ്യൂക്കേഷനോ നന്മയിലേക്ക് നയിക്കലോ ഒന്നും കലയുടെ ഉദ്ദേശമല്ല. പകരം കലയ്ക്ക് വേണ്ടി, ആർട്ട് ഫോർ ആർട്സ് സേക്ക് എന്നത് ആ ഒരു കാലഘട്ടത്തിൽ എക്സ്പ്രഷനിസം ഒക്കെ ഇതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇസ്തറ്റിക്, ഈ ഒരു മൂവ്മെന്റിനെ നമ്മൾ പറയുന്നത് ഇസ്തറ്റിസിസം എന്നാണ്. ജർമ്മനിയിലാണ് ഇത് ഉടലെടുത്തിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ആർട്സ് ഫോർ ലൈഫ് സേക്ക്. ആർട്ട് ലൈഫിന് വേണ്ടിയിട്ടുള്ളതാണ്, ജീവിതത്തിന് വേണ്ടി. ആർട്ട് ഫോർ സൊസൈറ്റി സേക്ക്, അങ്ങനെ പല രീതിയിലുള്ള പഠനങ്ങളും ഇതിനെക്കുറിച്ചുണ്ട്. ഇനി ആൻ ഇൻലാൻഡ് വോയേജ് 1878, R.L. സ്റ്റീവൻസൺ ആണ് നെക്സ്റ്റ്. 1850-94, നോവലിസ്റ്റ്, റിമാർക്കബിൾ ഫോർ ആർട്ടിസ്റ്റിക് ഫിനിഷ് ആൻഡ് ഗ്രേസ്ഫുൾ സ്റ്റൈൽ. നല്ല സ്റ്റൈലായിരുന്നു, ആർട്ടിസ്റ്റിക് ഫിനിഷ് ഉള്ള എഴുത്തുകാരനാണ്. ആൻ ഇൻലാൻഡ് വോയേജ് 1878, ട്രാവൽസ് വിത്ത് എ ഡോങ്കി ഇൻ ദ കാവൈൻസ് 1879, വിഗിനിബസ് പെറിസ്ക്യൂ 1881. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്. മാത്യു ആർണൽഡ് വളരെ പ്രശസ്തനായിട്ടുള്ള 1822 and 1888 ജീവിച്ചിട്ടുള്ള ഒരു വിക്ടോറിയനാണ്, കവിയാണ്. വളരെ പ്രശസ്തമായ ഒരുപാട് കവിതകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എ പോയറ്റ് ആൻഡ് ലിറ്റററി ക്രിറ്റിക്. അദ്ദേഹത്തിൻ്റെ ലിറ്റററി ക്രിറ്റിസിസവും വളരെ ഫേമസ് ആണ്. ഹിസ് ക്രിട്ടിക്കൽ എസ്സേസ് ആർ റാങ്ക്ഡ് ഹയസ്റ്റ് വാല്യൂ. എസ്സേസ് ഇൻ ക്രിറ്റിസിസം 1865 and 1889 contains the best of his critical works, which were
മാർക്കഡ് ബൈ വൈഡ് റീഡിങ് ആൻഡ് കെയർഫുൾ തോട്ട്. നല്ല ചിന്തയൊക്കെ ഉള്ള ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ എസ്സേസ് ഇൻ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഹി അഡ്വക്കേറ്റ്സ് എ ബ്രോഡ് കോസ്മോപൊളിറ്റൻ വ്യൂ ഓഫ് യൂറോപ്യൻ ലിറ്ററേച്ചർ. യൂറോപ്യൻ ലിറ്ററേച്ചർ 1800-ന്റെ അവസാനത്തോടു കൂടി വിവിധ രാജ്യങ്ങളിലേക്ക് പോയി. ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് അമേരിക്കയിലേക്ക് പോയി, വിവിധ രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ ഒരു കോസ്മോപൊളിറ്റൻ ലിറ്ററേച്ചറിലേക്ക് അദ്ദേഹം കടന്നു. ഈ ഒരു സമയത്ത് കൾച്ചർ ആൻഡ് അനാർക്കി 1869 അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ്. ഈ കൾച്ചർ ആൻഡ് അനാർക്കിയിൽ അദ്ദേഹം വാട്ട് ഈസ് കൾച്ചർ എന്ന് ചോദിച്ചപ്പോൾ കൾച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഈസ് തോട്ട്സ്, വാട്ട് ഈസ് വെൽ ഡിഫൈൻഡ് ആൻഡ് വെൽ തോട്ട്സ് എന്നോ, പ്രസക്തമായതും ഒരു സമൂഹത്തിലെ ശുദ്ധമായതും പ്രസക്തമായതും എന്നൊക്കെയുള്ള ഒരു ഡെഫിനിഷൻ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വാക്ക് എനിക്ക് ഓർമ്മ വരുന്നില്ല. അത് പിന്നീട് പ്രൊബ്ലമാറ്റൈസ് ചെയ്തിട്ടുണ്ട് പലരും. എഫ്.ആർ. ലേവിസ് വരുന്ന സമയത്ത് അദ്ദേഹം അതിനെ വാട്ട് ഈസ് ഫോക്ലോർ കൾച്ചർ എന്നതിലേക്കൂടെ കൊടുത്തു. ഇപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് കൾച്ചറൽ സ്റ്റഡീസിൻ്റെ വക്താക്കൾ വന്ന സമയത്ത് സ്റ്റീഫൻ ഗ്രീൻബാൾട്ടും അതേപോലെ തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ വന്നപ്പോൾ അവർ കൾച്ചർ ഈസ് ഓർഡിനറി, കൾച്ചർ എന്ന് പറഞ്ഞാൽ ഓർഡിനറി ആയിട്ടുള്ള സാധനമാണ്. ഇന്നത്തെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ കൾച്ചർ ഈസ് ഓർഡിനറി എന്നാണ്. അന്ന് വളരെയധികം പ്രശസ്തമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനും. ഓക്കെ, ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ്. സോ വി ക്യാൻ എൻ്റർ ഇൻ ടു 20th century prose. Greatly influenced by changes of belief, ideologies and political ideas after the events of world wars and dissolution of British Empire. The 20th century is marked by the major wars of world war. രണ്ട് ലോകമഹായുദ്ധങ്ങൾ കൊണ്ട് പിന്നെ പ്രസക്തമാണ് 20ാം നൂറ്റാണ്ട്. അത് ജനങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തി, സയൻസിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുത്തി, സയൻസ് മനുഷ്യനെ കൊല്ലുന്നു എന്നതിലേക്ക് എത്തി. റിലീജനിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുത്തി, മനുഷ്യനുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുത്തി. ഇതൊരു തരത്തിലുള്ള ഡിസല്യൂഷൻമെന്റ് ജനങ്ങളിൽ ഒരു നിരാശ കൊണ്ടുവന്നു. അപ്പോൾ എല്ലാ ലിറ്ററേച്ചറിലും, ഇപ്പോൾ 20ാം നൂറ്റാണ്ടിലെ മോഡേണിസ്റ്റിക് റൈറ്റേഴ്സിലൊക്കെ ഈ ഒരു ഡിസല്യൂഷൻമെന്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രിട്ടീഷ് എംപയർ തകർന്നു പോയി. നമുക്കറിയാം ഡെസല്യൂഷൻ, അതിൻ്റെ തകർച്ച ഓഫ് ബ്രിട്ടീഷ് എംപയർ. അപ്പോൾ അത് പിന്നെ ഇതുവരെ ബ്രിട്ടീഷുകാർ അടക്കി വെച്ചിരുന്ന ഒരുപാട് സാമ്രാജ്യങ്ങളുണ്ട്, അതൊക്കെ തകർന്നു പോയി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നില്ല ജനങ്ങൾ പ്രക്ഷോഭങ്ങൾ നയിക്കാൻ തുടങ്ങി. അവർക്ക് അധിക ചൂഷണത്തിനെതിരായ മനുഷ്യന്മാർ പ്രതിരോധിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോസുകൾ ആ കാലഘട്ടത്തിൽ വന്നു. മഹാത്മാഗാന്ധിയുടെ ഒക്കെ പ്രോസ് നമുക്കറിയാം. ആ ഒരു സമയത്ത് ഫിക്ഷൻ ബിക്കം എ പ്രോമിനന്റ് ജാൻഡർ ഓഫ് പ്രോസ്. ഈ ഒരു കാലഘട്ടത്തിലെ പ്രസക്തമായ ഒന്നാണ് ഫിക്ഷൻ. നോവലുകൾ വളരെ കൂടുതൽ വന്നു. ദ എമർജൻസ് ഓഫ് മൾട്ടിനാഷണൽ ഗ്ലോബൽ ക്യാപിറ്റലിസം. ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തമായ കാര്യങ്ങളാണ് ഗ്ലോബൽ ക്യാപിറ്റലിസം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ, ബ്രിട്ടൻ, ഫ്രാൻസ് ഒക്കെ അടക്കമുള്ള, ജാപ്പാൻ അടക്കമുള്ള ഗ്ലോബൽ ക്യാപിറ്റലിസം. ദ ബൂം ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി. വി നോ now itself we are using online material for our learning because we are in the age of information technology. Struggle of post-colonial voices. അപ്പോൾ പോസ്റ്റ് കൊളോണിയൽ വോയിസസ്, ഈ കൊളോണിയൽ അധികാരങ്ങളെ തകർത്തെറിഞ്ഞ് പോസ്റ്റ് കൊളോണിയൽ കാലഘട്ടത്തിൽ വന്ന വോയിസുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ വോയിസ്, ആഫ്രിക്കൻ വോയിസ്, അവരുടെയൊക്കെ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങി. അവരുടെ സ്ട്രഗിൾ, പാരൻ്റൽ ഞങ്ങളുടെയൊക്കെ പിന്നെ നമ്മുടെയൊക്കെ രക്ഷാകർതൃത്വം ഏറ്റെടുത്ത് നടന്നിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പിന്നെ പോരാടാൻ, ആ ബ്രിട്ടീഷുകാരോട് തർക്കിക്കാൻ തുടങ്ങി. എംപറർ റൈറ്റ്സ് ബാക്ക് എന്ന് പറഞ്ഞില്ലേ, അതായത് പിന്നെ വിക്ടിമൈസ് ചെയ്യപ്പെട്ടിരുന്ന ആളുകൾ തിരിച്ച് പ്രതിരോധിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് അവർ നമ്മളെ പഠിപ്പിച്ചു, ആ ഇംഗ്ലീഷ് ഉപയോഗിച്ചാണ് നമ്മൾ അവരെ എതിർക്കാൻ തുടങ്ങി. എംപറർ റൈറ്റ്സ് ബാക്ക്, അത് നിങ്ങൾക്ക് പിന്നീട് വരും. The rising urbanization and formation of multicultural population and the organized attempts to marginalized voices for a space of their own have made a deep impact in the writings of the century. Marginalized ആയിട്ടുള്ള ആളുകൾ they fought to get a voice among the മാസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു വോയിസ് കിട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളുകൾ.
അപ്പോൾ ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ എസ്സേസിൽ തിളങ്ങി നിന്നു. എസ്സേസ് ആർ ജേർണലിസ്റ്റ്. ഈ കാലം നമുക്കറിയാം, ദ ന്യൂസ് പേപ്പർ വാസ് widely used in those times and journalists were there and the essays were journalists. ഇന്നും ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ജേർണലിസ്റ്റ് ആയിട്ടാണ് ഇന്ന് നമുക്കറിയാം. പ്രോസ് റൈറ്റർ ഇന്ന് മലയാളത്തിലൊക്കെ നമുക്ക് ഒരു പ്രശസ്തരായ പ്രോസ് റൈറ്റേഴ്സൊക്കെ ആരാണ്? ജേർണലിസ്റ്റുകളാണ്. ഫിക്ഷൻ ഹാസ് ബിക്കം ദ ബെസ്റ്റ് പ്രോസ് ഓഫ് ദ സെഞ്ചുറി. ഈ ഒരു കാലഘട്ടത്തിലെ ബെസ്റ്റ് പ്രോസ് ആയിട്ട് ഫിക്ഷന് എഴുതപ്പെട്ടു. ഈ കാലഘട്ടത്തിലെ പ്രശസ്തരായിട്ടുള്ള 20th സെഞ്ചുറി പ്രോസ് റൈറ്റേഴ്സ് ഞാനിവിടെ ഇങ്ങനെ പറയുന്നത് കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. H. Gardner 1865, 1946 ആൽഫ ഓഫ് ദ പ്ലോ. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ് ആൽഫ ഓഫ് ദ പ്ലോ. ആൽഫ വാസ് എ ജേർണലിസ്റ്റ് ആസ് വെൽ ആസ് എൻ എസ്സേയിസ്റ്റ്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റാണ്, ഒരു എസ്സേയിസ്റ്റ് ആയിരുന്നു. ഡെയിലി ന്യൂസിൻ്റെ എഡിറ്റർ ആയിരുന്നു 1902 1919 വരെയാണ്. E.V. ലൂക്കാസ് 1868 to 1938 പോപ്പുലർ ഇംഗ്ലീഷ് റൈറ്റർ ഓഫ് ദ 20th സെഞ്ചുറിയിലെ വളരെ പ്രശസ്തനായ എഴുത്തുകാരനാണ്. എഡിറ്റർ ഓഫ് ദ പഞ്ച് മാഗസിൻ 20th സെഞ്ചുറിയിൽ മോഡേണിസത്തൊക്കെ വളരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു മാഗസിനാണ്. അതിൻ്റെ എഡിറ്റർ ആയിരുന്നു. ബുക്സ് ഓൺ എസ്സേസ് അബൌട്ട് ലണ്ടൻ. അദ്ദേഹത്തിൻ്റെ ബുക്സ് ആൻഡ് എസ്സേസ് ആണല്ലോ. ബുക്സ് ആൻഡ് എസ്സേസ് ഓൺ ലണ്ടനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ബുക്കുകളും എസ്സേകളൊക്കെ എഴുതിയിട്ടുണ്ട് E.V. ലൂക്കാസ്. ഹിലേർ ബെല്ലോക്ക് 1870 1953 ബ്രിട്ടീഷ് ഫ്രഞ്ച് റൈറ്ററാണ് അദ്ദേഹം. ഫ്രണ്ട് ഓഫ് ചെസ്റ്റേർട്ടൺ. ശേഷം വരുന്നത് G.K. ചെസ്റ്റേർട്ടൺ വരുന്നുണ്ട്. ചെസ്റ്റേർട്ടൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ആര്? നമ്മുടെ ബെല്ലോക്കിനെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ബെല്ലോക്കും ചെസ്റ്റേർട്ടനെയും ഒരുമിച്ച് ദ ചെസ്റ്റർ ബെല്ലോക്ക് എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. ചെസ്റ്റർ ബെല്ലോക്ക്. അവർ രണ്ടുപേരും അത്രയും സുഹൃത്തുക്കളായിരുന്നു. അവർ they were jointly named together the best Chester Belloc because of their close association. They are friends and they associated and they closely related to each other. They work together and their works also related. അവരുടെ വർക്കുകളൊക്കെ റിലേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് അവരെ ചെസ്റ്റർ ബെല്ലോക്ക് എന്നൊരു പദവും ഇവരെ ഒരുമിച്ച് കൂട്ടുന്നത് കൊണ്ട് ഉപയോഗിക്കലുണ്ട്. മറ്റൊരാളാണ് മാക്സ് ബീബോൺ 1872 to 1956, a cartoonist and a prose writer. He also was a cartoonist. Dramatic critic of the Saturday Review. Saturday Review'ൽ ബെർണാഡ് ഷോയുടെ മരണത്തിന് ശേഷം ഡ്രമാറ്റിക് ക്രിട്ടിക്കായിട്ട് ഇദ്ദേഹമാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് G.K. ചെസ്റ്റേർട്ടൺ. വളരെ പ്രശസ്തനായിട്ടുള്ള പ്രോസ് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ പ്രോസ് നമുക്ക് പഠിക്കാനുണ്ട്. ചാൾസ് ലാമിൻ്റെയും അതേപോലെ തന്നെ ചെസ്റ്റേർട്ടൻ്റെയൊക്കെ നമുക്ക് ഈ ഇതിൽ പഠിക്കാനുണ്ട്. ഒറിജിനൽ സ്റ്റാർട്ട്ലിംഗ് ടു സേ അബൌട്ട് എവ്രിതിങ്. അത് എല്ലാത്തിനെ കുറിച്ചും പറയും. നമ്മൾ മുന്നിൽ കാണുന്ന എന്തെങ്കിലും നമുക്ക് പഠിക്കാനുള്ള ഒരു എസ്സേ തന്നെ, ഒരു തൊപ്പി വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അയാളുടെ തലയിൽ നിന്ന് തൊപ്പി കാറ്റത്ത് പാറിപ്പോയി, അതിനെക്കുറിച്ചുള്ള ഒരു എസ്സേ. അങ്ങനെയൊക്കെയുള്ള നമ്മൾ കാണുന്ന വളരെ സിമ്പിളായ കാര്യങ്ങളെക്കുറിച്ച് എസ്സേ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. സോഷ്യൽ ക്രിറ്റിസിസം ആണ് അദ്ദേഹത്തിൻ്റെ എസ്സേകളെ നമുക്ക് 3 തരത്തിൽ തരംതിരിക്കാം. സോഷ്യൽ ക്രിറ്റിസിസം ഉണ്ട്, ലിറ്റററി ക്രിറ്റിസിസം ഉണ്ട്, തിയോളജി ആൻഡ് റിലീജിയസ് ആർഗ്യുമെന്റ്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ. ഹി വാസ് എ ജേർണലിസ്റ്റ് ഓഫ് ദ ഡെയിലി ന്യൂസ്, ദ ഇല്ലസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസ് ആൻഡ് ഹിസ് ഓൺ പേപ്പർ G.K.'s വീക്കിലി. അദ്ദേഹത്തിൻ്റെ സ്വന്തം വീക്കിലിയുടെ പേര് G.K.'s വീക്കിലി ആൻഡ് റോബർട്ട് ലിൻഡ്. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ചോദ്യങ്ങൾ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആൻസർ ചെയ്യേണ്ട ചോദ്യങ്ങൾ, ചെസ്റ്റേർട്ടൺ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം ന്യൂസ് പേപ്പറിൻ്റെ പേരാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ചെസ്റ്റേർട്ടൺസ് ന്യൂസ് പേപ്പർ? G.K.'s വീക്കിലിയാണ് ആൻസർ, നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഓൺ ഹീറോ വർഷിപ്പ് എന്ന പുസ്തകം എഴുതിയിട്ടുള്ളതാണ്. ഹു ഡിഡ് റൈറ്റ് ഓൺ ഹീറോ വർഷിപ്പ്? ഹു ഡിഡ് റൈറ്റ് ഓൺ ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ്? മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 1823 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചാൾസ് ലാമിൻ്റെ എസ്സേയുടെ പേരെന്താണ്? which is the text
published in 1823 by Charles Lamb. These questions might be answered in comment box. Okay, later we can see. I hope that you could get the topics that described or explained in this video. Thank you. If you have any questions, please mention in comment box. I will answer you. Okay, thank you for your well wishing, and thank you.